പ്രസന്ന ചേച്ചി, എനിക്ക് ചിക്കൻ ഫ്രൈ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം ചേച്ചി. പക്ഷെ ഈ ഹോട്ടലിലൊക്കെ വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാല് വെറും കളർ മാത്രമേ ഉണ്ടാവുള്ളൂ, എന്താ അറിയില്ലല്ലോ. നിനക്ക് ചിക്കൻ ഫ്രൈ അല്ലേ വേണ്ടു? ഞാനിപ്പോ തന്നെ അടിപൊളി ഒരു ചിക്കൻ ഉണ്ടാക്കി തരോ? ഉണ്ടാക്കി തരാം. എവിടെ? അപ്പൊ അതിന് വേണ്ടി ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. കണ്ടോ, ഇത് കൊള്ളാലോ ചിക്കൻ. അടിപൊളി ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു ചിക്കൻ 4ആയിട്ട് കഷ്ണിച്ച് നിനക്ക് നല്ലൊരു ഫ്രൈ ഉണ്ടാക്കി തരാം. നല്ല തട്ടുകടയിൽ കിട്ടുന്നതിനെക്കാട്ടി ടേസ്റ്റ് ഉള്ള ഒരു ഒരെണ്ണം ചേച്ചി, ബാക്കി പീസൊക്കെ ഞാൻ. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ എന്നാ പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ഓക്കെ. അപ്പൊ നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലോട്ട് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തു, ആവശ്യത്തിനുള്ള കേട്ടോ. പിന്നെ കുറച്ച് ക്രഷ് ചെയ്ത ചില്ലി, മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകം പൊടിച്ചത്, ചെറിയ ഉള്ളി അരച്ചത്, കുറച്ച് അരിപ്പൊടി, പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചെടുത്തത് നമുക്കിതാ കുറച്ചെടുക്കാം. ആവശ്യത്തിനല്ല കുറച്ച് വിനാഗിരി. നിങ്ങൾക്ക് ഇച്ചിരി പുളിയൊക്കെ തോന്നുമല്ല ഒരു പരുവത്തിന്. എല്ലാം കൂടി നമുക്കൊന്ന് കുഴച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലപോലെ കുഴച്ച് റെഡിയാക്കി എടുക്കാം. നമുക്ക് വിനാഗിരി ഒരു ഇച്ചിരി കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാമേ. നമുക്ക് നല്ലപോലെ ചിക്കനെ പുരട്ടിയിട്ട് ഒരു അരമണിക്കൂർ നേരം ഫ്രിഡ്ജിലേക്കൊന്ന് വയ്ക്കാം. അങ്ങനെ നമ്മുടെ അരപ്പെല്ലാം നമ്മൾ പുരട്ടി, നമ്മുടെ മസാല എല്ലാം നമ്മൾ പുരട്ടി നല്ല റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരമണിക്കൂർ നേരം എന്തായാലും ഒന്ന് പിടിച്ച് റെഡി ആവട്ടെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ ചിക്കൻ വറക്കാനായിട്ട് നമ്മളിതാ ഗ്യാസ് കത്തിച്ചൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അത് പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരമണിക്കൂറായി. ഇനി നമുക്കത് ഫ്രൈ ആക്കി എടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഇത്. നമ്മുടെ തട്ടുകടയിലൊക്കെ കിട്ടുന്നതിനേക്കാട്ടിലൊക്കെ നല്ല ടേസ്റ്റാണ്. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതാ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ ചിക്കൻ അത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കാം. ഒരു പുറം ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒരു പുറം വെച്ചിട്ടുണ്ട്. ആഹാ, അടുത്ത പുറം നല്ലപോലെ മൂത്ത് വരട്ടെ. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കോരി എടുത്താലോ? ചേച്ചി റെഡിയായില്ല. ചൂടായോ? കണ്ടപ്പോ ചൂടോടെ തന്നെ എടുത്ത് തിന്നുന്ന ലക്ഷണമുണ്ട്. വായ കൂടെ പൊള്ളിക്കുന്ന ലക്ഷണമുണ്ട്. കണ്ടിട്ട് കൊതിയാവണ ചേച്ചി. അതാണ്. ഇതിപ്പോ മനസ്സിലായില്ലേ ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്? മനസ്സിലായി. അപ്പൊ ഇനി ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം. ഇനി ഒന്ന് കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ. ചേച്ചി കഴിച്ചു നോക്കുക, എന്നിട്ട് പറ. എനിക്കറിയാമല്ലോ, ഞാനിങ്ങനെ ഉണ്ടാക്കാറുള്ളതല്ലേ. അതെ.
അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ഉണ്ട്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഒരു അരമണിക്കൂർ നേരം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണമെന്നുള്ളതേ ഉള്ളൂ മസാലയൊക്കെ പിടിക്കാനായിട്ട്. അപ്പൊ മെബുവിന്റെ കൊതി അനുസരിച്ച് മെബു കഴിക്കട്ടെ. അപ്പൊ നമുക്ക് അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ കൊണ്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ ബൈ. ഇനി മെബുവിന് കഴിക്കാൻ കൊടുക്കട്ടെ.